ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഉച്ച വരെയുള്ള സ്റ്റഡി വ്ളോഗ് ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളൂ. മുഴുവനായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ഫോണിലത്തെ സ്റ്റോറേജ് പകുതി ആകുമ്പോഴേക്കും തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉച്ച വരെയുള്ള സ്റ്റഡി വ്ളോഗേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ പഠിക്കാനിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പഠിക്കാനെടുത്തിട്ടുള്ളത് കെമിസ്ട്രിയാണ്. ഞാൻ ഇനി +2ലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ എടുത്ത സ്ട്രീം സയൻസാണ്, അപ്പോൾ ബയോ സയൻസ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ട്യൂഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സൈലത്തിൻ്റെ സൂപ്പർ കിങ്സ് ബാച്ചിലാണ്. അപ്പോൾ അതിൽ നമുക്ക് എൻട്രൻസ് ക്ലാസ്സും ഉണ്ട്, അതുപോലെ +2ൻ്റെ ക്ലാസ്സും കൂടിയുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കാനെടുത്തിട്ടുള്ളത് എൻട്രൻസിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ എൻട്രൻസിൻ്റെ കെമിസ്ട്രി ക്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സെക്കൻഡ് ചാപ്റ്ററാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ ഞാൻ ആ ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ലോഗരിതത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എൻട്രൻസിനെ കുറച്ച് നമ്മളുടെ കാൽക്കുലേഷൻസൊക്കെ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ലോഗരിതത്തിൻ്റെ കുറച്ച് കാൽക്കുലേഷൻസ് അറിയാത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പോയിട്ട് വേറെ യൂട്യൂബിൽ പ്ലേലിസ്റ്റ് ഉണ്ടായിരുന്നു സൈലത്തിൻ്റെ വരെ. അപ്പോൾ അത് പോയിട്ട് ഞാനിപ്പോൾ കാണുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തത് അതാണ്. അപ്പോൾ ഇപ്പോൾ ലോഗരിതം പഠിക്കാൻ ചെയ്യുന്നുള്ളത് രാവിലെ തന്നെ. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ അത് പഠിക്കുന്നുണ്ട്. പിന്നെ ഈ സൂപ്പർ കിങ്സ് ബാച്ചിൽ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ക്ലാസ്സസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെയുള്ള പറയാം. പിന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല എക്സാംസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാർക്ക് എനിക്ക് വലുതായിട്ടൊന്നും ഇമ്പ്രൂവ് ആയിട്ടില്ല, കാരണം ഞാൻ +1 ഒന്നും പഠിച്ചിട്ടില്ല എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട്. ഇപ്പോൾ +2 അങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ളത്. പിന്നെ സൈലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ചേർന്നത്. ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാകുന്നൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന കുറവാണ്. അപ്പോൾ ക്ലാസ്സസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെൻഡിങ് ആകുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും ടൈം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറയുന്നത്. നിങ്ങൾക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടോയെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ബാച്ച് സ്റ്റാർട്ടായ സമയത്ത് ഫസ്റ്റത്തെ 1 മന്ത് നമുക്ക് എൻട്രൻസിൻ്റെ ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് നമുക്ക് +2ൻ്റെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ടായത്. അപ്പോൾ ആ ടൈമിലൊക്കെ അങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ്സൊന്നും പെൻഡിങ് ഒന്നും ആവുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ 2 ക്ലാസ്സസ് ഉണ്ടാകുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പെൻഡിങ് ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചധികം ക്ലാസ്സസ് ഉണ്ട് എനിക്ക് പെൻഡിങ്, അപ്പോൾ അത് തീർക്കണം അങ്ങനെ. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ബാച്ചിനെ കുറിച്ചിട്ട് ഉള്ള വീഡിയോ അല്ലെങ്കിൽ എങ്ങനെ ജോയിൻ ചെയ്യണം, ക്ലാസ്സസും കാര്യങ്ങളൊക്കെ അറിയേണ്ട വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേപോലെ ഇങ്ങനെയുള്ള സ്റ്റഡി വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാച്ചിൻ്റെ ക്ലാസ്സൊക്കെ വരുന്നത് രാത്രിയിലാണ്. അതേപോലെ എൻട്രൻസിൻ്റെ ക്ലാസ്സും അതേപോലെ +2ൻ്റെ ക്ലാസ്സൊക്കെ എല്ലാം രാത്രിയിലാണ് നമുക്ക് വരുന്നത്. ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ സ്കൂള് തുറന്ന ടൈമിൽ നമുക്ക് സ്കൂളിലത്തെ നോട്ട്സും ഉണ്ടാവും, അതേപോലെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറേ പെൻഡിങ് ആവുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ക്ലാസ്സൊക്കെ കാണുന്നുണ്ട്, മോശമില്ലാതെ പോകുന്നുണ്ട് ക്ലാസ്സൊക്കെ. അതുപോലെ നിങ്ങളും ഇതുപോലെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഓഫ്ലൈൻ ക്ലാസ്സാണോ ഓൺലൈൻ ക്ലാസ്സാണോ, അതുപോലെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. എങ്ങനെ മാർക്സൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, എത്ര മാർക്സ് ഉണ്ട്. ഇനിയിപ്പോൾ +2ലേക്ക് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ടൈമില്ല. പിന്നെ അതുപോലെ ഇപ്രാവശ്യം +1ലേക്ക് പോകുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് ഇനി ടൈമുണ്ട്, കുറച്ചധികം ടൈമുണ്ട്. അപ്പോൾ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടിക്ക് ചെയ്തതാണ്. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടിക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതിനൊക്കെ ചെയ്യാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്റർ കാണുമായിരുന്നു. അപ്പോൾ അത് ഏകദേശം പകുതിയായി. അപ്പോൾ അതിൻ്റെ ബാക്കി ക്ലാസ് കാണണം.
അപ്പോൾ പകുതിയിൽ നിന്ന് ഡൗട്ട് വന്നിട്ട് ഞാൻ കാൽക്കുലേഷൻ്റെ ലോഗരിതത്തിൻ്റെ അതിൽ ഡൗട്ട് വന്നിട്ട് ഞാൻ ആ വീഡിയോ കാണാൻ പോയതാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഇപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രീൻ്റെ ആ ക്ലാസ് എടുത്ത് കാണുകയാണ്. വീണ്ടും അല്ല, എൻ്റെ ബാക്കി. അപ്പോൾ അത് ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഒരു ക്ലാസ്. അപ്പോൾ അത് കാണുകയാണ്. പിന്നെ ഇതിപ്പോൾ 2ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ് നമുക്ക് DPPs ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ DPP ചെയ്യാനുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ ഇപ്പോൾ ആ ക്ലാസ് കാണുകയാണ്. നമുക്ക് ക്ലാസ്സസ് എൻട്രൻസിൻ്റെ ക്ലാസ്സൊക്കെ ഏകദേശം ഒരു 2 hour അല്ലെങ്കിൽ അതൊരു ഏകദേശം കൂടിയാൽ ഇപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഫിസിക്സിലൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകമായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നൊരു വീഡിയോ. അപ്പോൾ അതൊക്കെ ഒരു ഏകദേശം 3 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മാക്സിമം പോയാൽ ക്ലാസ്സസൊക്കെ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ അത്രയാണ് നമുക്ക് എൻട്രൻസിൻ്റെ ക്ലാസ് ഉണ്ടാവുക. എന്നാൽ പ്ലസ് ടുവിൻ്റെ ക്ലാസ്സൊക്കെ ഒരു 1.5 മണിക്കൂർ അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയാണ് നമുക്ക് ക്ലാസ്സൊക്കെ. പിന്നെ അപ്പോൾ ഇപ്പോൾ ഞാൻ അത് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുവരെയുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ശേഷമുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇത്രയാണ് ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ ഞാൻ ഇങ്ങനെ സ്റ്റഡി വ്ളോഗൊക്കെ ഇടാത്ത കുറച്ചധികമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ വീഡിയോസൊക്കെ എടുക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ബൈ.